ഇതാണ് നമ്മുടെ അടിപൊളി സാലഡ് കേക്ക്. നോ ഷുഗർ. സൂപ്പറല്ലേ? നല്ലതാണ്. ഹലോ ഗായ്സ്, ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന വെജിറ്റബിൾ കേക്ക്, സാലഡ് കേക്കാണിത്. ഇതിപ്പം നമുക്ക് ബർത്ത്ഡേക്കൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഷുഗറൊന്നും കഴിക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് ആഘോഷിക്കാം. അല്ലെങ്കിൽ നമുക്ക് സാലഡ് പോലെ ഇത് കട്ട് ചെയ്ത് ഓരോ പീസ് കഴിക്കാം. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ഈസിയാണ്, ഹെൽത്തിയുമാണ്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഫിലാഡൽഫിയ ക്രീം ചീസാണ്. അതുപോലെ തന്നെ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്ലാക്ക് പെപ്പർ വേണം. പിന്നെ കുറച്ച് പിങ്ക് സോൾട്ട്, അത് സാധാരണ സോൾട്ട് ആയാലും മതി. പിന്നെ കുറച്ച് ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. പിന്നെ കുറച്ച് സാലഡിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലകൾ, ഒരു കുക്കുംബർ, ഇതൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ സാലഡിൻ്റെ ഇലകൾ ഞാൻ നന്നായിട്ട് കഴുകി ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം ശരിക്കും പോയി കിട്ടും. ഇത് ഞങ്ങൾ കോസ്കോയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ആമസോണിലെല്ലാം കിട്ടും. ഇത് നമ്മൾ പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകി ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്കി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം പുറത്തോട്ട് തെറിച്ച് പോകും. അപ്പോൾ ആദ്യം തന്നെ ഇതേ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതൊന്ന് മൈക്രോവേവിൽ ഇങ്ങനെ ഒരു നനഞ്ഞ പേപ്പർ ടവൽ ഇട്ടിട്ട് ഒരു 4 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും കുക്കായി വരും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്താലും മതി. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇത് ഈ കുക്കുംബർ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഇതുപോലെ അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ 2 മെയിൻ വെജിറ്റബിൾസ്. പിന്നെ സാലഡിൻ്റെ ഇലകൾ നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും എടുക്കണം. അപ്പോൾ ഈ കുക്കുംബർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വെള്ളം കുറച്ചുണ്ടാവും, അതൊന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ല. പിന്നെ ഇതേ സാലഡിൻ്റെ ഇലകൾ അത് ഞാനിത് ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു എഗ് ബീറ്ററാണ് എടുക്കുന്നത്. ബീറ്ററിലാണ് ഞാൻ ഈ ക്രീം ചീസ് ബീറ്റ് ചെയ്യുന്നത്. അത് സാധാരണ കൈ കൊണ്ട് ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്താലും മതി. ഇതിങ്ങനെ ഇടുമ്പം നല്ല രീതിയിൽ അത് നല്ലതായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ എഗ് ബീറ്ററിൽ ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പ്രോട്ടീന് വേണ്ടി കുറച്ച് കോട്ടേജ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോട്ടേജ് ചീസ് ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ചീസ് ഇട്ടാലും മതി. അപ്പം ഇതിട്ട് കഴിയുമ്പോൾ നമ്മുടെ സാലഡിൽ കുറച്ച് പ്രോട്ടീൻ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ കോട്ടേജ് ചീസാണ് ഇടുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാമസാൻ ചീസോ മൊസറല്ലയോ അങ്ങനെ ഏത് ചീസ് ഇട്ട് കൊടുത്താലും മതി. കോട്ടേജ് ചീസാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ കോട്ടേജ് ചീസ് ആണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്പാച്ചില വെച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് എല്ലാ സൈഡിൽ നിന്നെല്ലാം ഒന്ന് എടുത്ത് സെൻറ്ററിലേക്ക് ആക്കി ഒന്ന് വയ്ക്കുവാണ്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒത്തിരി സ്പൈസസ് ഒന്നും ഇടുന്നില്ല. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഞാനൊരു 1 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗറും കൂടെ ഒഴിക്കുന്നുണ്ട് ഈ മിക്സിലേക്ക്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡിയായി. ഇനി നമ്മുടെ കേക്ക് പാൻ എടുത്തതിന് ശേഷം കുറച്ച് ബട്ടർ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാഷ് പൊട്ടറ്റോയ്ക്ക് വേണ്ടി നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രീതിയിലൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഈ മാഷ് ചെയ്ത സ്വീറ്റ് പൊട്ടറ്റോയിലേക്ക് നമുക്ക് നമ്മുടെ ക്രീം ചീസിൻ്റെ മിക്സ് ഒരു ടേബിൾ സ്പൂൺ ഏകദേശം ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ അത് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതേ ഫസ്റ്റ് ലെയർ റെഡിയായി. ഞാനത് ഈ കേക്കിൻ്റെ പാനിലേക്ക് ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ഫസ്റ്റ് ലെയറായിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഈ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല എല്ലായിടത്തും ഒരുപോലെ ആക്കണം.
അപ്പം അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ലെയറിനുള്ളത് റെഡിയാക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുക്കുംബർ എടുത്ത് അതിലേക്ക് നമ്മുടെ ക്രീം ചീസ് മിക്സ് ചെയ്യുവാണ്. ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് അതാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കണ്ടോ, നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സെക്കൻഡ് ലെയറിന് നമുക്ക് കുക്കുംബറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ലെയർ ചെയ്യാൻ പോവാണ് ഇതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് ലെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സെക്കൻഡ് ലെയർ, ഫസ്റ്റ് ലെയർ യെല്ലോ കളറാണ്, സെക്കൻഡ് ലെയർ ഒരു ഗ്രീനിഷ് കളറാണ്, ലൈറ്റ് ഗ്രീൻ. അപ്പോൾ സെക്കൻഡ് ലെയർ റെഡിയായി. ഇനി നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ക്രീം ചീസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ മിക്സ് മുകളിൽ നല്ല ഈവനായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മുകളിൽ നല്ലൊരു ഐസിങ് പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അപ്പോൾ അതും റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാലഡിൻ്റെ ലെറ്റസ് ലീവ്സ് ഇട്ട് കൊടുക്കാനുണ്ട്. അത് നമ്മുടെ ഈ ക്രീം ചീസിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം, അത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി ടോപ്പ് ലെയറിൽ നമ്മുടെ ഇലകളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ ബാക്കിയുള്ള ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാലഡ് കേക്കിൻ്റെ 3 ലെയർ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ക്രീം ചീസും കൂടെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നോ ബേക്ക് സാലഡ് കേക്കാണ് ഇത്. സിമ്പിളാണ്, നമുക്ക് സാലഡ് പോലെ കഴിക്കാം. നമുക്ക് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു സ്റ്റാർട്ടർ പോലെ സാലഡിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാം കട്ട് ചെയ്ത്. അങ്ങനെ നമ്മുടെ അടുത്ത ലെയർ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു. അപ്പം കുറച്ച് ബ്ലൂബെറി ഒക്കെ മുകളിൽ വേണമല്ലോ. പിന്നെ സാലഡിൽ ബ്ലൂബെറി ഇട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ബ്ലൂബെറി ഞാൻ മുകളിലൊക്കെ ആക്കി വെച്ചു. ഇനി ഇത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് പുറത്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ഏകദേശം 3 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അത് കഴിഞ്ഞ് അത് പുറത്തെടുത്തത് ഇതുപോലെ അതിൻ്റെ ആ ടോപ്പ് എടുത്ത് മാറ്റി കഴിഞ്ഞപ്പം നമ്മുടെ കേക്കിൻ്റെ ലെയറുകളൊക്കെ നന്നായിട്ട് കാണാം. ഇനി ഞാനിത് കുറച്ചുകൂടി ഒന്ന് അലങ്കരിക്കാനായിട്ട് കുറച്ച് പ്രിസ്റ്റിൽ സ്റ്റിക്സും കൂടി ചേർത്ത് സൈഡൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡ് കേക്ക് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിരിക്കുന്ന കേക്കിൻ്റെ സൈഡിലേക്ക് ഞാൻ ഇത് കുറച്ച് പ്രിസ്റ്റിൽ സ്റ്റിക്സാണ്. ഇതിങ്ങനെ നമ്മൾ സ്നാക്കിനൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ സൈഡിലൊക്കെ ഒന്ന് കുത്തിക്കൊടുത്ത് നല്ലൊരു ഭംഗിയാക്കാൻ പോവുകയാണ് നമ്മുടെ കേക്കിനെ. ഇത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ക്രീം ചീസ് ആയതുകൊണ്ട് അതിൻ്റെ അങ്ങ് ചുമ്മാ പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഇരുന്നോളും. അപ്പോൾ ഇതിങ്ങനെ സൈഡ് വഴി ഇങ്ങനെ കുത്തി നമ്മുടെ ക്രീം ചീസിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ അങ്ങ് കുത്തിയിരുന്നോളും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അങ്ങനെ ആക്കിയെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാലഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബർത്ത്ഡേക്കൊക്കെ ഇപ്പം ഷുഗർ കഴിക്കേണ്ട, വെയിറ്റ് ലോസ് ജേർണിയൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാം. കേക്ക് കഴിച്ചില്ല എന്നുള്ള, കട്ട് ചെയ്തില്ല എന്നുള്ള വിഷമവും വേണ്ട. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ പുതിയ റെസിപ്പി? അടിപൊളിയല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ കേക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റ് കേട്ട് ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.